നല്ല വേനൽക്കാലമായില്ലേ? എല്ലാവർക്കും വെള്ളത്തിനൊക്കെ കുറേശ്ശെ ടൈറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾക്ക് വെള്ളമുണ്ട്, പക്ഷേ ഒരുപാട് ചെടികളുണ്ട്. അതുപോലെ തന്നെ അയക്കാൻ കൊണ്ടുവരുന്ന ചെടികൾ നനച്ച് സൂക്ഷിക്കേണ്ടതുണ്ട്. പിന്നെ നമ്മൾ വീഡിയോസിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് ചെടികൾ സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ സെൻഡ് ചെയ്യാൻ കൊണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നല്ല കട്ടി പിടിച്ചിരിക്കുകയാണ് ഇതിൻ്റെ മണ്ണുകൾ. നമ്മൾ പലപ്പോഴും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ വെള്ളത്തിലേക്ക് ഇറക്കി വെച്ചിട്ടാണ് നമ്മൾ നനയ്ക്കുക. അപ്പോൾ എയർ ബബിൾസ് ഇങ്ങനെ പോണ കാണാം. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കുള്ള വെള്ളത്തിന് ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് ഈ ചെടികളെ സംരക്ഷിച്ച് നിർത്താൻ പറ്റുള്ളൂ. ചെടികൾക്ക് ഏറ്റവും അത്യാവശ്യമുള്ളത് വെള്ളമാണെന്ന് നമുക്കറിയാം. പക്ഷേ നന ലഭിക്കാതെ നശിച്ചു പോകുന്ന ചെടിയേക്കാൾ എത്രയോ ഇരട്ടിയാണ് ഓവർ വാട്ടറിങ്ങിലൂടെ ചെടികൾ നശിച്ചു പോകുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. ചെടികളുടെ വളർച്ചയ്ക്ക് അവയുടെ ഭക്ഷണം അല്ലെങ്കിൽ വളം ആവശ്യമുണ്ട്. പക്ഷേ ഏത് തരം വളമായാലും കെമിക്കൽസ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ബയോ ഓർഗാനിക്, ഏതും വെള്ളത്തിൽ ലയിച്ച് ചേർന്ന് കൊണ്ട് മാത്രമേ അവയ്ക്ക് വലിച്ചെടുക്കാൻ സാധിക്കുള്ളൂ. ഈ ഒരു അറിവ് വെച്ചുകൊണ്ട് ചെടികൾക്ക് ധാരാളമായിട്ട് വെള്ളമൊഴിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ നമ്മളൊന്ന് ഓർക്കണം, ചെടികൾക്ക് വെള്ളം മാത്രമല്ല ഓക്സിജനും, അതായത് എല്ലാ ജൈവ പ്രവർത്തനങ്ങളും ജീവനുള്ള വസ്തുക്കൾ നടക്കുന്നതിന് റെസ്പിറേഷൻ ആവശ്യമുള്ളതുപോലെ ചെടികൾക്കും ഇത് അത്യന്താപേക്ഷിതമാണ്. ചെടികളിലെ ഇലകളിലൂടെ മാത്രമല്ല വേരുകളിലൂടെയും ഇതിൻ്റെ ശ്വസനക്രിയ നടക്കുന്നു. എയർ പോക്കറ്റ്സുകളിൽ കളക്ട് ചെയ്ത് വെച്ച മണ്ണിൻ്റെ അടിയിലുള്ള എയർ പോക്കറ്റ്സിൽ കളക്ട് ചെയ്ത് വെച്ചേക്കുന്ന എയറിനെ ഇത് റെസ്പിറേഷന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓവർ വാട്ടറിങ് ചെയ്യുമ്പോൾ ആ എയർ പോക്കറ്റ്സിലെല്ലാം വെള്ളം കയറിയിട്ട് അവിടെ എയറിൻ്റെ സാന്നിധ്യം കുറവാവുകയും ഇത് ശ്വാസം മുട്ടിയിട്ട് ചെടികൾ മരിക്കുന്നതിന് കാരണമാവുകയും ചെയ്യും. അതുകൊണ്ടാണ് പോട്ടിംഗ് മിക്സ് തയ്യാറാക്കുമ്പോൾ മണൽ കലർന്ന എയർ പാസേജുള്ള, അതല്ലെങ്കിൽ കട്ട പിടിക്കാത്ത പോട്ടിംഗ് മിക്സും അതുപോലെ തന്നെ നല്ല ഡ്രൈനേജ് ഹോൾസുള്ള പോട്ട്സും ഒക്കെ തിരഞ്ഞെടുക്കണമെന്ന് സജസ്റ്റ് ചെയ്യുന്നത്. കളിമണ്ണ് കലർന്ന പശിമയുള്ള കട്ട പിടിച്ച മണ്ണൊക്കെ ഉപയോഗിക്കേണ്ടി വരുമ്പോൾ സീക്ക ബോൾസ്, അതുപോലെ തന്നെ പെർലൈറ്റ്, ഇതൊക്കെ ഉപയോഗിക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണം അത് വാട്ടർ ഹോൾഡിങ്ങുമാണ്. അതേസമയം തന്നെ എയറേഷൻ, എയർ പോക്കറ്റ്സ് പോട്ടിംഗ് മിക്സിൽ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. വെള്ളം ഒഴിക്കാൻ എല്ലാവർക്കും പറ്റും, പക്ഷേ അത് എത്ര അളവിൽ, ചെടിക്ക് ഗുണകരമായ വിധത്തിൽ എപ്രകാരമാണ് നനയ്ക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് സമയത്താണ് നനയ്ക്കേണ്ടത്, അതെന്തുകൊണ്ടാണെന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ചെടി പരിപാലനത്തിൽ വാട്ടറിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അത് അധികമായിട്ട് വെള്ളം ഒഴിക്കുക അല്ലെങ്കിൽ മുടങ്ങാതെ നനയ്ക്കുക എന്ന് മാത്രമല്ല, ഇത്തരം ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ചെടികൾക്ക് വെള്ളം ഒഴിക്കാനായിട്ട്. ഈ പോട്ടിംഗ് മിക്സിൽ വിരലമർത്തുമ്പോൾ നമുക്കറിയാം നല്ല ഹാർഡായിട്ടുണ്ട് മണ്ണ്, പക്ഷേ ചെടിക്ക് വാട്ടമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം വെള്ളം പെർഫെക്റ്റായിട്ടാണ് അതിന് കൊടുത്തുകൊണ്ടിരുന്നത്. പെർഫെക്റ്റ് മീൻസ് എയറേഷനും അതുപോലെ വാട്ടറും ഈക്വലി അതിന് കിട്ടിയിരുന്നു. അതുകൊണ്ട് അത് നന്നായി വളർന്നു. അപ്പോൾ ഒരു പാത്രത്തിൽ വെള്ളത്തിലേക്ക് ഇത് ഫുള്ളായിട്ട് ഇറക്കി വെച്ചുകൊണ്ടുള്ള നനയാണ് ഡിപ്പ് വാട്ടറിങ്. ഇതിന് ഡീപ്പ് വാട്ടറിങ് എന്ന് പറയും. ഡീപ്പ് വാട്ടറിങ് എന്ന് പറഞ്ഞാൽ 6 മുതൽ 8 വരെ ഇഞ്ച് താഴേക്ക് നനവ് വരത്തക്ക രീതിയിൽ നനയ്ക്കുന്നതിനാണ്. ഇപ്പോൾ ഓസൊക്കെ പിടിച്ച് നമ്മൾ നനയ്ക്കുമ്പോൾ ആ മീതെ ഒരു 2 ഇഞ്ച് താഴ്ചയിൽ വരെ നന എത്തുന്നുള്ളൂ. പക്ഷേ ഡീപ്പ് വാട്ടറിങ്ങിൽ അതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേരുകൾ ആഴത്തിൽ വളർന്നു പോകും. ഇപ്പോൾ 2 ഇഞ്ച് മാത്രം ഒരു ചെടിച്ചട്ടിയുടെ മുകൾ ഭാഗത്ത് നനയാണെങ്കിൽ ആ പ്രദേശങ്ങളിൽ മാത്രമേ ചെടിയുടെ വേരുകൾ വളരാൻ സാധ്യതയുള്ളൂ. ആഴത്തിൽ വേരോടിയിട്ടുള്ള ചെടികൾ മാത്രമേ ഹെൽത്തി ആയിട്ട് വളരൂ എന്നുള്ളത് നമുക്കറിവുള്ള കാര്യമാണ്. സാധാരണ നമ്മൾ ഓസ് ഉപയോഗിച്ചോ ഒക്കെ നനയ്ക്കുമ്പോൾ ഇലകളിലും പൂക്കളിലുമൊക്കെ വെള്ളം വീഴുകയും അത് അതിൽ തെങ്ങി നിന്ന് ഫംഗസ്, പ്രത്യേകിച്ചും ആഫ്റ്റർ സൺസെറ്റ് ആണെങ്കിൽ, അതായത് ഏറ്റവും എഫക്റ്റീവായിട്ട് ചെടികൾക്ക് വെള്ളം കൊടുക്കേണ്ട സമയം ഏതാണെന്ന് ചോദിച്ചാൽ അത് രാവിലെയാണ്. കാരണം ഇതാണ് അതിൻ്റെ വേരുകളിലും, ഈവൻ വേരിൽ പോലും സൺസെറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോസിന്തസിസ് നടക്കാത്തത് കൊണ്ട് ഉപയോഗം കുറയും, വെള്ളം വലിച്ചെടുക്കുന്ന കുറയും. അങ്ങനെ വേരിന് ചുറ്റും വെള്ളം കെട്ടി നിൽക്കാനും വേര് ചീയലിനും കാരണമാവും. അടുത്തതായിട്ട് ഡിപ്പ്, വെള്ളത്തിൽ ഇങ്ങനെ ഇമ്മേഴ്സ് ചെയ്തിടുന്നത് എത്ര പ്രാവശ്യം ചെയ്യണം, ഡെയിലി ചെയ്യണോ എന്നുള്ളതിന് ഒരിക്കലും ഡിപ്പ് വാട്ടറിങ് അല്ലെങ്കിൽ ഡീപ്പ് വാട്ടറിങ് ആഴ്ചയിൽ 3 പ്രാവശ്യത്തിൽ കൂടുതൽ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല.
ഇത്തരം നനയിൽ നമ്മൾ ഫുള്ളായിട്ട് ഇതിങ്ങനെ താഴേക്ക് ഇടുമ്പോൾ നമുക്ക് കാണാം അതിൻ്റെ താഴെ നിന്നാണ് വെള്ളം ഉള്ളിലേക്ക് പ്രവേശിക്കണേ. അങ്ങനെ എയർ ബബിൾസ് പുറത്തു പോകുന്നത് കാണാം. ആ ഇടങ്ങളിലൊക്കെ വെള്ളം കയറി ഇരിക്കുകയും ചെയ്യും. പക്ഷേ ആ ബബിൾസ് ശക്തിയോടെ പുറത്തു പോകുമ്പോൾ ആ എയർ പാസേജുകളൊക്കെ ക്ലിയർ ആയിട്ടിരിക്കുന്നുണ്ടാവും. അതിനുശേഷം വെള്ളം വന്നു പോകുന്നതോടുകൂടി ആ എയർ പാസേജസ് ഒക്കെ വീണ്ടും ഓക്സിജൻ നിറയുന്നതിനും ചെടി നന്നായി വളരുന്നതിനും ഉപകാരപ്പെടും. പോട്ടിംഗ് മിക്സിനെ എയറേറ്റഡ് ആക്കാൻ ഇത്തരത്തിലുള്ള വാട്ടറിങ് ഹെൽപ്ഫുള്ളായിരിക്കും. ഏറ്റവും കുറഞ്ഞ അളവിൽ ഒരു 3-4 ബക്കറ്റിൽ കുറേ ചെടികൾ നമുക്ക് നനച്ചെടുക്കാനും സാധിക്കും. അതുപോലെ തന്നെ ഈ ചേർക്കുന്ന വെള്ളത്തിൽ അല്പം ഫഞ്ചിസൈഡ് കൂടി ചേർത്ത് കഴിഞ്ഞാൽ വേരിൽ, അതുപോലെ തന്നെ നമുക്ക് ഡിപ്പ് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും ഉറുമ്പും കൂട്, അതുപോലെ തന്നെ എട്ടുകാലി, പല സാധനങ്ങളും ഇതിൻ്റെ വേരുഭാഗമൊക്കെ തിന്ന് നശിപ്പിക്കുന്ന ജീവികളൊക്കെ ഈ എയർ ബബിളിൽ കൂടെ പുറത്തു വരുന്നത് കാണാം. അപ്പോൾ ഇത് ഒരു ഇതുപോലെയുള്ള കീടങ്ങളെ നശിപ്പിക്കുന്നതിനുള്ള ഒരു മാനുവലി നമ്മൾ ചെയ്യണ ഒരു രീതി കൂടിയായിട്ട് കണക്കാക്കാം. ഇനി അടുത്തതായിട്ട് വാട്ടറിങ്ങിൽ പോട്ടിന് എന്തെങ്കിലും പോട്ട് സൈസിന് എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. എപ്പോഴും നമ്മൾ ചെറിയ ചെടികളെ ചെറിയ പോട്ടുകളിലും വലിയ ചെടികളെ വലിയ പോട്ടിലും ആണ് പോട്ട് ചെയ്യണമെന്ന് നമ്മൾ സജസ്റ്റ് ചെയ്യാറ്. കാരണം ചെറിയ പോട്ടിൽ ചെറിയ അളവ് മീഡിയം അത് നമ്മൾ വെള്ളത്തിൽ ഇമ്മേഴ്സ് ചെയ്താലും അതല്ലെങ്കിൽ നമ്മൾ ഓസ് വഴി നനച്ചാലും അത് നനയാൻ വേണ്ട വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസപ്പെട്ടിരിക്കും. അത് ചെറിയ ചെടി വലിയ പോട്ടിൽ നമ്മൾ നട്ടുവെക്കുമ്പോൾ അതിൻ്റെ അതായത് വെള്ളം പിടിച്ചു വെക്കാനുള്ള മീഡിയത്തിൻ്റെ അളവ് കൂടുതലായതുകൊണ്ട് തന്നെ ചെടിക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത അത്രയ്ക്കും വെള്ളം ശേഖരിക്കപ്പെടുകയും വേര് ചീയലിന് കാരണമാവുകയും ചെയ്യും. ഹാങ്ങിങ് പോട്ടുകളിൽ ഇന്നർ പോട്ടിന് ഹോളോടുകൂടിയും താഴെയുള്ള പോട്ട് ഹോളില്ലാതെയും വെച്ചിട്ട് അതിൻ്റെ അടിഭാഗത്ത് മാത്രം അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ആഴ്ചയിലൊരിക്കലോ മറ്റോ നമുക്ക് ഡീപ്പ് വാട്ടറിങ് കൊടുക്കാം. അടുത്തതായിട്ട് വെർട്ടിക്കൽ ഗാർഡന് പെർഫെക്റ്റ് ആയിട്ടുള്ള വാട്ടറിങ് ഡ്രിപ്പ് ഇറിഗേഷൻ. വാട്ടറിങ്ങിനെ കുറിച്ച് എൻ്റെ പ്രാക്ടിക്കൽ അറിവുകളാണ് നിങ്ങളോട് ഷെയർ ചെയ്തത്. നിങ്ങൾക്ക് ഇനിയും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചെടികളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവർക്ക് അയച്ചു കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം, താങ്ക് യു.